Hello friends, welcome to Earnest Academy. കഴിഞ്ഞ അവസരങ്ങളുമായി കേരള PSC വീണ്ടും എത്തിയിരിക്കുകയാണ്. ഇത്തവണ സിവിൽ എഞ്ചിനീയേഴ്സിനാണ് ഭാഗ്യമുള്ളത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അസിസ്റ്റന്റ് എഞ്ചിനീയറും ഓവർസിയർ ഗ്രേഡ് 3 ആയിട്ട് PWDയിലും ഇറിഗേഷനിലും നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. നമുക്ക് നോട്ടിഫിക്കേഷൻസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് നോക്കാനുള്ളത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ആണ് സിവിലിലെ PWDയിലും ഇറിഗേഷനിലും രണ്ട് നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. 660/2022 നമുക്ക് 662/2022 ആണ്. രണ്ടിലും വേക്കൻസീസ് ആന്റിസിപ്പേറ്റഡ് എന്നാണ് കൊടുത്തേക്കുന്നത്. അതിന് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ലിസ്റ്റ് നിലവിലുള്ള ഒരു ലിസ്റ്റാണ് കേട്ടോ. അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ലിസ്റ്റ് നിലവിലുണ്ട്. അത് 105 അഡ്വൈസുകൾ ഇതുവരെ പോയിട്ടുണ്ട്. ഈ ലിസ്റ്റ് 2024 ഏപ്രിൽ 9 വരെ വാലിഡ് ആയിട്ടുള്ള ഒരു ലിസ്റ്റാണ്. അതായത് 2021 ഏപ്രിൽ 9 ലിസ്റ്റ് പബ്ലിഷ് ആയിട്ടുള്ളത്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എന്തിനാണ് പിന്നെ ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നേക്കുന്നത് എന്ന് ചോദിച്ചാൽ, അതായത് ആ ലിസ്റ്റ് തീരുന്ന അപ്പോഴേക്കും പുതിയ ലിസ്റ്റ് ഇടണം PSCക്ക് അല്ലേ. അല്ലാണ്ട് ഈ ലിസ്റ്റ് തീർന്നിട്ട് പിന്നെയും വീണ്ടും എക്സാം കഴിഞ്ഞ് നടന്നില്ല, പുതിയ ലിസ്റ്റ് വന്നില്ല എങ്കിലാണ് ഈ ലിസ്റ്റിന്റെ ഉദ്യോഗാർത്ഥികൾ ലിസ്റ്റ് നീട്ടിക്കൊടുക്കാൻ നിവേദനങ്ങളുമായിട്ട് പോകുന്നു. അങ്ങനെയുള്ള പിന്നെ അങ്ങ് ലീഗൽ ഫോർമാലിറ്റികളൊക്കെ ആയിട്ട് നമുക്ക് പൊതുവേ റിക്രൂട്ട്മെന്റ് എല്ലാം പൊതുവേ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ലാഗ് വരും, അല്ലെങ്കിൽ ഒരു ഡിലേ വരും. ആ ഡിലേ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേരള PSC നേരത്തെ തന്നെ നോട്ടിഫിക്കേഷൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ലിസ്റ്റിൽ കംപ്ലീറ്റ് ആയാൽ ഉടൻ തന്നെ നമ്മുടെ പുതിയ ലിസ്റ്റ് വരണം. അതിനാണ് 2 വർഷം മുന്നേ കൂട്ടി തന്നെ നോട്ടിഫിക്കേഷൻ ഒക്കെ പോയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വേക്കൻസി കുറയുന്നൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ മൂവിങ് ആയിട്ടുള്ള ഒരു ലിസ്റ്റ് തന്നെയാണ്. അപ്പോൾ വേക്കൻസികൾ എന്തായാലും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതിൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. BTech ആണ് സിവിൽ എഞ്ചിനീയറിംഗിൽ BTech ആണ് നമ്മുടെ ബേസിക് ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ളത്. ഇനി ഇത് മാത്രമല്ല, നിങ്ങൾ ഈ അസിസ്റ്റന്റ് എഞ്ചിനീയറിന് പഠിക്കുന്നതിന് കൂട്ടത്തിൽ തന്നെ ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുള്ള കുറച്ച് എക്സാമുകളുണ്ട്. നമുക്ക് വലിയ വേക്കൻസി ഒന്നും ഇല്ല എങ്കിൽ കൂടിയും നമുക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതല്ല എങ്കിലും ഏത് എക്സാം ആണോ ആദ്യം വരുന്നത് ആ എക്സാമുകൾ തൊട്ട് തന്നെ നമുക്ക് കാര്യമായി അറ്റൻഡ് ചെയ്ത് പോകാം അല്ലേ. എപ്പോഴാണ് നമ്മുടെ ഭാഗ്യം വരുന്നതെന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് എന്തായാലും ഓവർസിയർ ഗ്രേഡ് 3 അല്ലെങ്കിൽ ട്രേസർ ഗ്രേഡ് 3 ആണ്. PWD ബാർ ഇറിഗേഷൻ 696/2022 ആണ് കാറ്റഗറി നമ്പർ. ലാസ്റ്റ് ടൈം അഡ്വൈസ് 483 അഡ്വൈസ് ഇതുവരെ പോയിട്ടുണ്ട് കേട്ടോ. ഇതും ലിസ്റ്റ് നിലവിലുള്ളതാണ്. ലിസ്റ്റ് എക്സ്പയർ ആവുന്നത് ഏപ്രിൽ 13 2024. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഓവർസിയർ ഗ്രേഡ് 3യും PWD ഇറിഗേഷനും ഒരുമിച്ച് വന്ന് ഓൾമോസ്റ്റ് സെയിം കാലയളവിൽ നിലനിൽക്കുന്ന ലിസ്റ്റുകളാണ്. ഇത്തരത്തിലുള്ള ലിസ്റ്റുകൾ ഉണ്ടെങ്കിൽ ഓവർസിയർ ഗ്രേഡ് 3യിലും സെയിം ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒബ്വിയസ്ലി അവർ യിലേക്ക് പോകും. അങ്ങനെ വരുമ്പം നമ്മുടെ ഓവർസിയറിന്റെ ലിസ്റ്റുകൾ കുറച്ചുകൂടി മൂവ് ചെയ്യുന്നു. ഓൾറെഡി നല്ലോണം റിക്രൂട്ട്മെന്റ് വരുന്നതാണ്. അത് കൂടാണ്ട് ഈ മൂവ്മെന്റ് കൂടാനും ഉള്ള സാധ്യതകളുണ്ട്. അപ്പോൾ എന്തായാലും ക്വാളിഫിക്കേഷൻസ് ഒന്ന് SSLC ഉണ്ടായിരിക്കണം. ദെൻ താഴെ കൊടുത്തിരിക്കുന്ന KGT ഇക്വലന്റ് അല്ലെങ്കിൽ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ, അല്ലെങ്കിൽ ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേറ്റിംഗ് KGTയിൽ, അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് 2 വർഷത്തെ കോഴ്സ്, ഡിപ്ലോമ ഇൻ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ എഞ്ചിനീയറിംഗ്, അല്ലെങ്കിൽ VHSCയിൽ ഡ്രാഫ്റ്റ്സ്മാൻ ആൻഡ് ക്വാണ്ടിറ്റി സർവേയിങ്, അല്ലെങ്കിൽ ബിൽഡിംഗ് ടെക്നോളജി. ഇവയിൽ ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ ഇതിന്റെ ഹയർ ഓർ ഇക്വലന്റ് കയ്യിലുള്ളവർക്കെല്ലാം തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സാമുകളൊക്കെ അപ്പോൾ നമുക്കറിയാമല്ലേ 2024 കഴിയുമ്പോഴത്തേന് ഏപ്രിൽ കഴിയുമ്പോഴത്തേക്കും റാങ്ക് ലിസ്റ്റുകൾ നിലവിൽ വന്നാൽ മതിയാകുന്ന എക്സാമുകളാണ്. അതായത് സമയമുണ്ട്. എന്തായാലും നമുക്കൊരു എക്സാം എന്ന് കാണുമെന്ന് നമുക്ക് പറയാനൊക്കില്ല. എങ്കിലും ഈ ഒരു ധൃതി പിടിച്ചുള്ള എക്സാം അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് മിനിമം 1 വർഷമെങ്കിലും നമുക്ക് പ്രിപ്പറേഷൻ ടൈം കിട്ടുമെന്ന് പ്രതീക്ഷിക്കാവുന്ന എക്സാമുകളാണ്. പിന്നീട് നമ്മൾ നോക്കിയാൽ മനസ്സിലാവും, ഇപ്പോൾ വന്നിരിക്കുന്ന കലണ്ടറുകളിലൊന്നും തന്നെ ഇനിയിപ്പോൾ സിവിലിന് വരാൻ എക്സാമുകൾ ഇപ്പോൾ ഇനിയിപ്പോൾ ജൂനിയർ ഇൻസ്ട്രക്ടർ പ്ലംബർ എന്ന് പറയുന്ന ഒരു എക്സാം മാത്രമേ ഉള്ളൂ. അത് അപ്ലൈ ചെയ്തവർ വളരെ കുറവാണ്. അപ്പം നിങ്ങൾ കൂടുതൽ ഭൂരിഭാഗം പേർക്കും ഈ എക്സാം ഒന്നും കാണില്ല. അപ്പം ഇനി എന്താണ് നിങ്ങളുടെ ലക്ഷ്യം എന്തായിരിക്കണം? നമ്മളൊരു ലോങ് ടേം ആയിട്ട് പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ്. അതിനുള്ള ടൈമാണ്. കാരണം എക്സാം ഇനി വരുമ്പോൾ ഇപ്പോൾ ഒരു ലാസ്റ്റ് 2 ഇയർ കണ്ട പോലെ തന്നെ ആയിരിക്കും. വരുന്ന സമയത്ത് എല്ലാ എക്സാമും ഒരുമിച്ചായിരിക്കും. സോ ഇപ്പോൾ നിങ്ങൾക്ക് ആ പ്രിപ്പയർ ചെയ്യാനുള്ള ടൈമാണ്. ഇപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ എങ്ങനെ കൊണ്ടുപോകുന്നു എന്നതനുസരിച്ചിരിക്കും ഒരു 2 to 3 ഇയേഴ്സിനകത്ത് നിങ്ങൾക്ക് ജോലി കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്.
അപ്പം നിങ്ങൾ ആ രീതിയിൽ വേണം, നിങ്ങളുടെ ആ രീതിയിൽ മൈൻഡ് സെറ്റ് വേണം നമ്മൾ ഇത്തരം കാര്യങ്ങളെ, ഇത്തരം എക്സാമുകളെയൊക്കെ നോക്കി കാണാനായിട്ടുള്ളത്. അപ്പം നമുക്ക് ബിഗിനേഴ്സ് ആയിട്ടുള്ള കുറേ പേരെങ്കിലും കാണും, ബിടെക് ജസ്റ്റ് പാസ്സായവർ. അപ്പം അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ബിഗിനേഴ്സ് ആണ്, ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുറേ പേരുണ്ട്, വർഷങ്ങളായി പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട് എന്നുള്ള ഒരു കാര്യത്തിൽ കൊണ്ടൊന്നും നിങ്ങൾ ആരും പേടിക്കേണ്ട കാര്യമില്ല. നമ്മുടെ തന്നെ അലൂമിനീസ് ആയിട്ടുള്ള അതുൽ, സാദിക്ക് തുടങ്ങിയ കുറേ സ്റ്റുഡൻസ് നമുക്കുണ്ട്. ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിടെക് കഴിഞ്ഞ് വളരെ അധികം താമസിക്കാണ്ട് അസിസ്റ്റന്റ് എഞ്ചിനീയേഴ്സ് ആയിട്ട് ജോലിക്ക് കയറിയതാണ്. അതിലെടുത്ത് ഞാൻ പറയുന്നുണ്ട് സാദിക്കിന്റെ കാര്യം. സാദിക്ക് 20ാമത്തെ വയസ്സിൽ ബിടെക് കഴിഞ്ഞെങ്കിൽ 21ാമത്തെ വയസ്സിൽ എക്സാം എഴുതുകയും 22ാമത്തെ വയസ്സിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറായി LSGDയിൽ ഇപ്പോൾ അസിസ്റ്റന്റ് എഞ്ചിനീയറായി വർക്ക് ചെയ്യുകയും ചെയ്യുന്ന നമ്മുടെ അലുമിനിയാണ് സാദിക്ക്. അപ്പൊ അങ്ങനെ ഒരു വിജയം നിങ്ങൾക്കും കരസ്ഥമാക്കാൻ കഴിയും. എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ കാര്യമായി പ്രിപ്പയർ ചെയ്യുക. ഒരു ലോങ് ടേം കോഴ്സിൽ ജോയിൻ ചെയ്തുകൊണ്ട് കാര്യമായി കോർ സബ്ജക്റ്റുകൾ പഠിക്കുക. ഏത് എക്സാം ആയി ഇത് മാത്രമല്ല, ഇനിയിപ്പോൾ വിളിക്കാൻ പോകുന്ന ദേവസ്വം ബോർഡ്, ഹൗസിംഗ് ബോർഡ് പോലുള്ള എക്സാമുകൾ വിളിക്കാനിരിപ്പുണ്ട്. ഇനി നിങ്ങൾ ചിലപ്പോൾ ഇപ്പോൾ ബിടെക് കഴിഞ്ഞ് ഉടനെ ഇറങ്ങിയവരാണെങ്കിൽ ഇനിയുള്ളതല്ലേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഇത് അപ്ലൈ ചെയ്യുക, ഇനി വരാൻ പോകുന്ന എകൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതൊക്കെ ഏത് എക്സാം ആണോ ആദ്യം വരുന്നത് അത് നമ്മൾ എഴുതുക. അപ്പോൾ നിങ്ങൾ എക്സാം വന്നിട്ട് എഴുതാനാണോ ഇരിക്കേണ്ടത്? അല്ല. അപ്പോൾ നമുക്ക് പഠിച്ചിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ ഒരു 6 മാസം കൊണ്ടൊന്നുമില്ല. കാരണം നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സ് നല്ല രീതിയിൽ പഠിച്ചിട്ടുള്ളവരാണ്. സോ നിങ്ങൾക്കും സാധ്യമാണ്. എന്താണ് വേണ്ടത്? ഒരു വർഷമൊക്കെ നമുക്ക് ഒരു എക്സാം ക്രാക്ക് ചെയ്യാനുള്ള ആവശ്യത്തിനുള്ള സമയമാണ്. പക്ഷെ എന്ത് വേണം? കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കണം. കൃത്യമായ ഒരു ഗൈഡൻസ് വേണം. കേരള PSCയിലെ ഒരു എക്സാമിനെ എങ്ങനെ നോക്കിക്കാണണം എന്നൊരു ഗൈഡൻസ് വേണം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, എക്സാം പാറ്റേൺ മാറി വരുന്നുണ്ട്. ലെവലിൽ എടുത്തു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസിന്റെ ഡിഫിക്കൽറ്റി കൂടുന്നുണ്ട്. 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതായത് ഒന്ന്, എക്സാം പാറ്റേൺ മാറി, കൂടുതൽ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് വരുന്നു. സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് വന്നപ്പോൾ എന്താണ് പ്രശ്നം? നിങ്ങൾക്ക് കൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കണം. കൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാണ്ട് നിങ്ങൾക്ക് ഒരു കീവേഡ് വെച്ചിട്ട് ഏതെങ്കിലും 1 വേർഡ് ആണ് ആൻസർ എന്നുള്ള രീതിയിൽ പോകാൻ പറ്റത്തില്ല. നിങ്ങളുടെ കയ്യിലുള്ള കൺസെപ്റ്റ്സ് എത്രമാത്രം ക്ലിയർ ആണോ അത്രയും ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റും. ദെൻ ക്വസ്റ്റ്യന്റെ ലെവല് കുറച്ചുകൂടി വരുന്നുണ്ട്. ഗേറ്റിന്റെ ESCയുടെ ഒക്കെ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ SSC JEOളം ഒക്കെ വരുന്ന ഒരു ലെവലിലോട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത്. കൂടാണ്ട് മറ്റൊരു പ്രശ്നമാണ് പ്രോബ്ലം ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ന്യൂമറിക്കൽ പ്രോബ്ലംസ് കൂടുതലായിട്ട് ചോദിക്കുന്നു. പക്ഷെ എന്താണ് പ്രശ്നം? കാൽക്കുലേറ്റർ ഇല്ല. പലർക്കും കാൽക്കുലേറ്റർ ഇല്ലാണ്ട്, ഗേറ്റിനൊക്കെ ആണെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റർ വെച്ച് തന്നെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് അല്ലേ? അങ്ങനെ വരുമ്പോൾ പലർക്കും കാൽക്കുലേറ്റർ ഇല്ലാണ്ട് കൃത്യമായിട്ട് ടൈംലി ആയിട്ട് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് എഴുതാൻ പറ്റാത്തൊരവസ്ഥ. ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഓവർകം ചെയ്യണം. കൃത്യമായ ഒരു ഗൈഡൻസോട് കൂടി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും കീഴടക്കാവുന്ന കാര്യങ്ങളാണ് ഇവയൊക്കെ തന്നെ. പിന്നീട് എനിക്ക് പറയാനുള്ളത്, ഓൾറെഡി പ്രിപ്പയർഡ് ആയിട്ട് പക്ഷേ നിങ്ങൾ വിചാരിച്ച രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റാതെ വിഷമിച്ചിരിക്കുന്ന കാൻഡിഡേറ്റ്സിനോടാണ് നിങ്ങൾ നിരാശരാവേണ്ട കാര്യമില്ല. നിങ്ങളുടെ പോരായ്മ എവിടെയാണ് എന്ന് കണ്ടെത്തുക. ചിലർക്ക് ഭാഗ്യക്കേട് മാത്രമായിരിക്കും, ചിലർക്ക് പക്ഷേ നമ്മളുടെ പ്രിപ്പറേഷനിലുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാരണമായിരിക്കും ആ ഒരു ചെറിയൊരു പുറകോട്ട് വന്നിട്ടുണ്ടാവുക. അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ ലാസ്റ്റിൽ വരുന്നവരുണ്ട് അല്ലേ? അവർക്ക് അവർ പ്രിപ്പയർ ചെയ്യാഞ്ഞത്തോണ്ടോ എഫേർട്ട് ഇടാത്തോണ്ടോ അല്ല, ബട്ട് എന്തോ ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ആ പ്രശ്നങ്ങൾ എവിടാണെന്ന് കണ്ടെത്തുക. കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക. നമ്മൾ ഓരോ പരാജയവും വിജയത്തിന്റെ ചവിട്ടുപടികളായി തന്നെ, അത് വെറുതെ പറയാൻ മാത്രമല്ല, അങ്ങനെ തന്നെ നിങ്ങൾ കരുതേണ്ടത്. ഒരിക്കലും വിജയത്തിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല തോൽവി എന്ന് പറയുന്നത്. തോറ്റു കഴിഞ്ഞാലേ നമ്മൾ അതിൽ നിന്ന് പഠിക്കത്തുള്ളൂ. അതിൽ നിന്ന് പഠിച്ചാലേ നമുക്ക് വിജയത്തിൽ എത്താൻ ഒക്കത്തുള്ളൂ. അപ്പൊ ആ രീതിയിലാണ് നിങ്ങൾ കാണേണ്ടത്. ഒരു എക്സാം എഴുതി അതിലുള്ള നിരാശ വന്നതുകൊണ്ടുകൂടി ഇനി ഞാൻ എക്സാമുകളെ എഴുതുന്നില്ല എന്ന് വിചാരിച്ചാൽ വേറെ ആർക്കും പോകുന്നില്ല. നിങ്ങൾക്ക് മാത്രമാണ് നഷ്ടം. ഇത് നിങ്ങളുടെ ആവശ്യമാണ്. നിങ്ങൾക്കൊരു ജോലി എന്നുള്ളത്, അല്ലെങ്കിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ പോലെ ഒരു റെപ്യൂട്ടഡ് പോസ്റ്റിൽ ഇരിക്കുക എന്നുള്ളത് നിങ്ങളുടെ ആവശ്യമാണ്. അപ്പൊ അത് നിങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ കാര്യങ്ങൾ ചെയ്യുക. സോ നിങ്ങളും ചെയ്യേണ്ടത്, ഓൾറെഡി പ്രിപ്പയർ ചെയ്യുന്നവരും ചെയ്യേണ്ടത് എന്താണ്? കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു ലോങ് ടേം ബാച്ചിൽ ജോയിൻ ചെയ്ത് തന്നെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോവുക. നിങ്ങളുടെ എല്ലാ പ്രിപ്പറേഷനോടൊപ്പവും ഞങ്ങൾ ഏണസ്റ്റ് അക്കാദമി എപ്പോഴും കൂടെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇറിഗേഷൻ ഒക്കെ ആയിട്ട് ഒരു ലോങ് ടേം ബാച്ച് ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ലോങ് ടേം ബാച്ചിൽ ശ്രദ്ധിക്കുന്ന ഞങ്ങൾ പ്രധാനമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ചില കാര്യങ്ങളൊന്നും പുതിയ പാറ്റേൺ അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നിങ്ങളെ പുതിയ പാറ്റേണുമായിട്ട് നല്ല രീതിയിൽ ഫെമിലറൈസേഷൻ ചെയ്യുക. അതുപോലെ തന്നെ മെന്റർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഓരോരുത്തരുടെയും പേഴ്സണലായിട്ട് നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി, നിങ്ങളുടെ പോരായ്മകൾ മനസ്സിലാക്കി എഫക്റ്റീവായിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളെ എല്ലാ തരത്തിലും ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മൾ മെന്റേഴ്സിനെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. എനിവേ, നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനായിട്ടും ഡീറ്റെയിൽസുകൾക്കായിട്ടും താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാകുന്ന ലിങ്ക് വഴി ഗൂഗിൾ ഫോമിൽ കയറി ഫില്ലപ്പ് ചെയ്താലും നമ്മൾ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. PSCയുടെ പുതിയ അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം. താങ്ക്
മച്ച്.